എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ഇതിനൊപ്പം പറഞ്ഞു എന്നെങ്ങനെ പറയാം? ഐ സെഡ് ഇറ്റ് എലോങ് വിത്ത്. ഞാൻ ഒപ്പത്തിനൊപ്പം പറഞ്ഞു. ഐ സെഡ് ഇറ്റ് എലോങ് വിത്ത്. ഞാൻ ഒപ്പത്തിനൊപ്പം പറഞ്ഞു. ഐ സെഡ് ഇറ്റ് എലോങ് വിത്ത്. ഞാൻ ഒപ്പത്തിനൊപ്പം പറഞ്ഞു. വാസ് ചോസൺ ടു റൺ ഇൻ ദ റൈസ് എലോങ് വിത്ത് 2 other boys ഫ്രം മൈ സ്കൂൾ. മറ്റ് 2 ആൺകുട്ടികൾക്കൊപ്പം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ എന്നെ തിരഞ്ഞെടുത്തു. I was chosen to run in the race along with 2 other boys from my school. എൻ്റെ സ്കൂളിൽ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ മറ്റ് 2 ആൺകുട്ടികൾക്കൊപ്പം എന്നെ തിരഞ്ഞെടുത്തു. I was chosen to run in the race along with 2 other boys from my school. എൻ്റെ സ്കൂളിൽ മറ്റ് 2 ആൺകുട്ടികൾക്കൊപ്പം ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ എന്നെ തിരഞ്ഞെടുത്തു. ഷീ ബ്രോട്ട് ഹെർ ഡോഗ് എലോങ് വിത്ത് ഹെർ കാറ്റ്. അവൾ പൂച്ചയോടൊപ്പം നായയെയും കൊണ്ടുവന്നു. ഷീ ബ്രോട്ട് ഹെർ ഡോഗ് എലോങ് വിത്ത് ഹെർ കാറ്റ്. അവൾ പൂച്ചയോടൊപ്പം നായയെയും കൊണ്ടുവന്നു. ഷീ ബ്രോട്ട് ഹെർ ഡോഗ്. ബ്രോട്ട് പറഞ്ഞാൽ കൊണ്ടുവരിക. ഹെർ ഡോഗ് എലോങ് വിത്ത് ഹെർ കാറ്റ്. അവൾ പൂച്ചയോടൊപ്പം നായയെയും കൊണ്ടുവന്നു. ഷീ ബ്രോട്ട് ഹെർ ഡോഗ് എലോങ് വിത്ത് ഹെർ കാറ്റ്. അവൾ പൂച്ചയോടൊപ്പം നായയെയും കൊണ്ടുവന്നു. ബ്രോട്ട് പറഞ്ഞാൽ കൊണ്ടുവരിക. എലോങ് വിത്ത് പറഞ്ഞാൽ ഒപ്പം, അതിൻ്റെ ഒപ്പം നല്ല അർത്ഥമാണ് കേട്ടോ. ലെറ്റ് മീ കോൾ ഹിം എഗെയിൻ. ഞാൻ അയാളെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ലെറ്റ് മീ കോൾ ഹിം എഗെയിൻ. ഞാൻ അയാളെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ലെറ്റ് മീ കോൾ ഹിം എഗെയിൻ. ഞാൻ അയാളെ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ. ഐ കോൾഡ് ഹിം സെവറൽ ടൈം. ഞാൻ പല പ്രാവശ്യം വിളിച്ചു. ബട്ട് ഹീ ഡിഡ് നോട്ട് പിക്കപ്പ് ദ ഫോൺ. എന്നാൽ അയാൾ ഫോൺ എടുത്തില്ല. ഞാൻ പലവട്ടം വിളിച്ചിട്ടും അയാൾ ഫോൺ എടുത്തില്ല. ഐ കോൾഡ് ഹിം സെവറൽ ടൈം. ഞാൻ സെവറൽ ടൈം പറഞ്ഞാൽ പല പ്രാവശ്യം. ബട്ട് ഹീ ഡിഡ് നോട്ട് പിക്കപ്പ് ദ ഫോൺ. ഡിഡ് നോട്ട് പിക്കപ്പ് പറഞ്ഞാൽ ഫോൺ എടുത്തില്ല. ഐ കോൾഡ് ഹിം സെവറൽ ടൈം ബട്ട് ഹീ ഡിഡ് നോട്ട് പിക്കപ്പ് ദ ഫോൺ. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും അയാൾ ഫോൺ എടുത്തില്ല. പീപ്പിൾസ് ആർ ലൈക്ക് ദീസ്. ചില ആളുകൾ ഇങ്ങനെയാണ്. സം പീപ്പിൾസ് ആർ ലൈക്ക് ദീസ്. ചില ആളുകൾ ഇങ്ങനെയാണ്. സം പീപ്പിൾ ആർ ലൈക്ക് ദീസ്. ചില ആളുകൾ ഇങ്ങനെയാണ്. എന്നിട്ടൊന്നും ശരിയാവില്ല എന്നിങ്ങനെ പറയാം. വാട്ട് ടു ഡു നത്തിങ് വർക്കിംഗ്. എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. വാട്ട് ടു ഡു നത്തിങ് വർക്കിംഗ്. എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. വാട്ട് ടു ഡു നത്തിങ് വർക്കിംഗ്. എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല. അതോടൊപ്പം മീൻ മേടിച്ചു എന്നെങ്ങനെ പറയാം? ഐ ബോട്ട് ഫിഷ് എലോങ് വിത്ത് വെജിറ്റബിൾസ്. ഞാൻ പച്ചക്കറിയോടൊപ്പം മീൻ മേടിച്ചു. ഐ ബോട്ട് പറഞ്ഞാൽ മേടിക്കുക. ഐ ബോട്ട് ഫിഷ് എലോങ് വിത്ത് വെജിറ്റബിൾ. ഞാൻ പച്ചക്കറിയോടൊപ്പം മീനും മേടിച്ചു. ബൈ പറഞ്ഞാൽ വാങ്ങുക. ബോട്ട് പറഞ്ഞാൽ വാങ്ങി. ഐ ബോട്ട് ഫിഷ് എലോങ് വിത്ത് വെജിറ്റബിൾ. ഞാൻ പച്ചക്കറിയോടൊപ്പം മീൻ മേടിച്ചു. ഐ ബോട്ട് പറഞ്ഞാൽ ബൈ വാങ്ങുക. ബോട്ട് പറഞ്ഞാൽ വാങ്ങി. ഐ ബോട്ട് ഫിഷ് എലോങ് വിത്ത് വെജിറ്റബിൾ. ഞാൻ പച്ചക്കറിയോടൊപ്പം മീൻ വാങ്ങി. ഐ ബോട്ട് ഫിഷ് എലോങ് വിത്ത് വെജിറ്റബിൾ. ഞാൻ പച്ചക്കറിയോടൊപ്പം മീൻ വാങ്ങി. അപ്പം ബസ്സിൽ കയറി എങ്ങനെ പറയാം? ഐ ഗോട്ട് ഓൺ ദ ബസ് വിത്ത് ദ ചിൽഡ്രൻ. ഞാൻ കുട്ടികളോടൊപ്പം ബസ്സിൽ കയറി.
ഐ ഗോട്ട് ഓൺ ദ ബസ് വിത്ത് ദ ചിൽഡ്രൻ. ഞാൻ കുട്ടികളോടൊപ്പം ബസ്സിൽ കയറി. ഐ ഗോട്ട് ഓൺ ദ ബസ് വിത്ത് ദ ചിൽഡ്രൻ. ഞാൻ കുട്ടികളോടൊപ്പം ബസ്സിൽ കയറി. വെള്ളം കുടിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഡ്രാങ്ക് വാട്ടർ വിത്ത് മൈ മീൽ. ഞാൻ ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് വാട്ടർ വിത്ത് മൈ മീൽ. ഞാൻ ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിച്ചു. ഡ്രിങ്ക് പറഞ്ഞാൽ കുടിക്കുക, ഡ്രാങ്ക് പറഞ്ഞാൽ കുടിച്ചു, മീൽ പറഞ്ഞാൽ ഭക്ഷണം. ഇതിനൊപ്പം ഭക്ഷണം കഴിച്ചു എന്നെങ്ങനെ പറയാം? ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. ഐ ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക, എയ്റ്റ് പറഞ്ഞാൽ കഴിച്ചു. ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു എന്നെങ്ങനെ പറയാം? ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. ഈറ്റ് പറഞ്ഞാൽ കഴിക്കുക, എയ്റ്റ് പറഞ്ഞാൽ കഴിച്ചു. ഐ എയ്റ്റ് വൈൽ ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്യുന്നതിനൊപ്പം ഭക്ഷണം കഴിച്ചു. നടക്കാൻ പോയി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം നടക്കാൻ പോയി. ഐ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം നടക്കാൻ പോയി. ഐ വെൻറ്റ് ഫോർ എ വാക്ക് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം നടക്കാൻ പോയി. ബാറ്റ് കളിച്ചു എന്നെങ്ങനെ പറയാം? ഐ പ്ലേഡ് ബാറ്റ് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം ബാറ്റ് കളിച്ചു. ഐ പ്ലേഡ് ബാറ്റ് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം ബാറ്റ് കളിച്ചു. ഐ പ്ലേഡ് ബാറ്റ് വിത്ത് ദം. ഞാൻ അവരോടൊപ്പം ബാറ്റ് കളിച്ചു. നീന്തി കളിച്ചു എന്നെങ്ങനെ പറയാം? ഐ സാം വിത്ത് ദം. ഞാൻ അവരോടൊപ്പം നീന്തി കളിച്ചു. ഐ സാം വിത്ത് ദം. ഞാൻ അവരോടൊപ്പം നീന്തി കളിച്ചു. സിം പറഞ്ഞാൽ നീന്തുക, സാം പറഞ്ഞാൽ നീന്തി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സമയമെടുത്തു എന്നിങ്ങനെ പറയാം? ഇറ്റ് ടുക്ക് മീ എ വൈൽ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഞാനതറിയാൻ കുറച്ച് സമയമെടുത്തു. ഇറ്റ് ടുക്ക് മീ എ വൈൽ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഞാനതറിയാൻ കുറച്ച് സമയമെടുത്തു. ഇറ്റ് ടുക്ക് മീ എ വൈൽ ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഞാനതറിയാൻ കുറച്ച് സമയമെടുത്തു.